ഇന്നലെയും ഇന്നുമായി നമ്മൾ കോടതിയിലെ വാദങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനിയും കൂടുതൽ നിയമയുദ്ധത്തിലേക്ക് ഇത് വഴിതെളിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കെ രമ ഇതിൻ്റെ ഉയർന്ന കോടതികളിലേക്ക് പോകും എന്ന അവരുടെ അഭിപ്രായത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിന് അവർക്ക് പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകുന്നതാണ്. ഇനി ഈ കേസിൽ അറിയേണ്ടത് ഇതിൻ്റെ കാരണഭൂതനെ പറ്റിയാണ്. കാരണഭൂതൻ ആരാണ്, എന്താണ് റോള് എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. അതേതായാലും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ കാരണഭൂതനെ പറ്റി വ്യക്തമായ തെളിവുകൾ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നടത്തിയ പ്രസംഗം. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആയാറാം ഗയാറാമുകളെ സൃഷ്ടിക്കാമെന്നാണ് നരേന്ദ്രമോദി കരുതുന്നതെങ്കിൽ ഇത് കേരളമാണ്, ഇത് മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ഒരു നാടാണ്. അദ്ദേഹത്തിൻ്റെ ആ ഭൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇത്തവണയും കേരളത്തിൽ UDF 20-ൽ 20 സീറ്റും നേടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടുള്ള വേവലാതിയാണ് BJPക്കും CPMനും ഉള്ളത്. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് നീങ്ങിയിട്ടില്ലല്ലോ. അതിൽ അന്വേഷണം വന്നാലല്ലേ ഈ പറഞ്ഞ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ കഴിയും. വാസ്തവത്തിൽ അതിന് ഗൂഢാലോചന അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അന്ന് അന്വേഷിക്കപ്പെടാതിരുന്നതിൻ്റെ കാരണം ശ്രമിച്ചതാണ്. അത് സർവീസ് പ്രൊവൈഡേഴ്സ് ആ കാലഘട്ടത്തിലെ ഫോൺ കോളുകൾ നൽകാൻ വിസമ്മതിച്ചതാണ് അതിൻ്റെ കാരണം. അത് കിട്ടിയിരുന്നെങ്കിൽ അന്ന് തന്നെ ഗൂഢാലോചനയിലേക്ക് ഈ കേസ് ിലേക്ക് എത്തിച്ചേരുമായിരുന്നു. ഇനിയും അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സർവീസ് പ്രൊവൈഡേഴ്സാണ് അന്ന് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി നിന്നത്. പക്ഷേ ഇത്തരമൊരു കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന നിലപാടാണ് ഇന്ന് ശ്രീ EP ജയരാജൻ സ്വീകരിച്ചത്. അത് വളരെ ദൗർഭാഗ്യകരമായിപ്പോയി. LDF കൺവീനർ എന്ന നിലയിൽ ശ്രീ EP ജയരാജൻ നടത്തിയ പ്രസ്താവന ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഇതിലെ പ്രതികളെ മുഴുവൻ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഈ കേസിലെ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ കുഞ്ഞനന്തനെ വരെ EP ജയരാജൻ ന്യായീകരിക്കുന്നത് കണ്ടു. കുഞ്ഞനന്തനൻ ശുദ്ധാത്മാവാണെന്നും അദ്ദേഹം മാടപ്പിറാവാണെന്നും വരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇത് എവിടെ ചെന്നിക്കും? നമ്മുടെ നാട്ടിൽ കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടന്ന ഇതുപോലെയുള്ള പ്രതികളെ ന്യായീകരിക്കുക വഴി CPM ഈ കൊലപാതകത്തിൽ അവരുടെ പങ്ക് സംശയാതീതമായി തെളിയിക്കുകയാണ്. ഇന്ന് EP ജയരാജൻ്റെ പത്രസമ്മേളനം കേൾക്കുന്ന ഏതൊരാൾക്കും ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ CPM ആണ് എന്ന കാര്യം വളരെ വ്യക്തമാവുകയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഒരിക്കലും CPM ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ പാടില്ലായിരുന്നു. ഇന്ന് ജയരാജൻ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതകികളെ മുഴുവൻ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണോ MP ഗോവിന്ദൻ്റെ അഭിപ്രായം എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്.